നമസ്കാരം കൂട്ടുകാരെ, ഇതാണ് ഐതിഹ്യങ്ങൾ നിറഞ്ഞ പാമ്പുമേക്കാട്ടുമന. ഇവിടേക്കുള്ള യാത്രയുടെ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഞങ്ങൾ കുട്ടികളും മുതിർന്നവരുമായി 20 പേരടങ്ങുന്ന ഒരു സംഘം യാത്ര ആരംഭിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. കഴിഞ്ഞ കർക്കിടക അവസാന ദിവസം രാവിലെ 5 മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. തൃശ്ശൂർ ജില്ലയിലെ മുകുന്ദപുരം താലൂക്കിൽ വടമ വില്ലേജിലാണ് മേക്കാട്ടുമന. 9 മണിയോടുകൂടി ഞങ്ങൾ മനയിലെത്തി. വലിയ ചുറ്റുമതിലുകളോടുകൂടി വിശാലമായ പ്രദേശത്താണ് മേക്കാട്ടുമന സ്ഥിതി ചെയ്യുന്നത്. വള്ളികൾ തൂങ്ങിക്കിടക്കുന്ന വലിയ വൃക്ഷങ്ങളും സർപ്പങ്ങളുടെ പ്രതിച്ഛായകൾ പതിച്ച ചുമരുകളും ഞങ്ങളെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഇരുവശങ്ങളിലും നാഗരൂപങ്ങളോട് കൂടിയ കമാനാകൃതിയിലുള്ള കവാടത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വായുവിൽ സർപ്പങ്ങളുടെ സാന്നിധ്യം അനുഭവപ്പെടും. പരമ്പരാഗത 8 രീതിയിൽ നിർമ്മിച്ച മേക്കോട്ടുമനയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. മനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ടാണ് വഴിപാട് കൗണ്ടർ. അവിടെ നമുക്ക് നാളും പേരും പറഞ്ഞു കൊടുത്തിട്ട് ഷീട്ടാക്കാം. ഞങ്ങൾ 100 പാലും പാൽപ്പായസം പുഷ്പാഞ്ജലി ഇവയ്ക്ക് ഷീട്ടാക്കിയത്. 100 പാലിനും 201 രൂപ, പാൽപ്പായസത്തിന് 100 രൂപ, പുഷ്പാഞ്ജലിക്ക് 20 രൂപ. ഇങ്ങനെയൊക്കെയാണ് നിരക്കുകൾ. മനയുടെ പടിപ്പുരമാളിയെ കാണാൻ തന്നെ വളരെ ഗംഭീരമാണ്. മാളികയ്ക്ക് മുന്നിലെത്തിയപ്പോൾ അമ്മു പോക്കറ്റിൽ നിന്ന് ഫോണെടുത്തു. മനയിലെ ഒരംഗം പടിപ്പുരയിൽ തന്നെ നിൽക്കുന്നുണ്ടാവും നമുക്ക് നിർദ്ദേശങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ട്. അവരമ്മൂനോട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തോളാൻ പറഞ്ഞു. പക്ഷെ മനയ്ക്കുള്ളിൽ വീഡിയോസൊന്നും അലൗഡല്ല. മനയുടെ മുറ്റം ഇൻ്റർലോക്കൊന്നും ചെയ്തിട്ടില്ല. നല്ല ചെമ്മണ്ണാണ്. ചെരുപ്പിടാതെ അതിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രിയാനുഭവങ്ങൾ ഇൻക്രീസ് ആവുന്നത് നമുക്ക് ഫീൽ ചെയ്യും. കുറച്ച് നേരം ആ മുറ്റത്ത് അങ്ങനെ നടന്നതിന് ശേഷമാണ് ഞങ്ങൾ മനയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചത്. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുട ചൂടിയാണ് മനയ്ക്കുള്ളിലേക്ക് പോയത്. മനയ്ക്ക് ചുറ്റും 5 കാവുകളാണുള്ളത്. അതിൽ തെക്കേ കാവിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. കേരളത്തിലെ പല സർപ്പക്കാവുകളെയും ആവാഹിച്ച് മാറ്റുന്നതിനുള്ള അധികാരം ഈ മനയ്ക്കുണ്ട്. അങ്ങനെ ആവാഹിച്ച് മാറ്റുന്ന നാഗങ്ങളെ തെക്കേ കാവില കുടിയിരുത്ത്. തെക്കേ കാവിൽ ഒരു പുരാതന കുളവും നാഗലിംഗമരമുണ്ട്. ഉഷ്ണമേഖലാ കാടുകളിൽ കണ്ടുവരുന്ന ഒരിനം വൃക്ഷമാണ് നാഗലിംഗം. നടുമുറ്റത്ത് മുല്ലയ്ക്കൽ ഭഗവതിയെയും മറ്റ് ദേവാരമൂർത്തികളെയുമാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ അമ്മയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ അവർ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കാൻ പറഞ്ഞു. അമ്മയെ വിളിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളുടെ നേരെ ഒരു ആവണിപ്പലക നീട്ടി. അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരു 20 രൂപയായിരുന്നു. ഞാൻ 20 രൂപ ആവണിപ്പലകയിൽ വെച്ചു. ഞങ്ങളെ കൂടെ വന്നവരെല്ലാവരും പണം വെച്ചു. അപ്പോൾ നടുമുറ്റത്ത് ഒരു കോണിൽ അമ്മ വന്നു. ഒരു നിമിഷ നേരം മാത്രം അവർ അവിടെ നിന്നു ഞങ്ങളെ നോക്കി കൈകൊണ്ട് ആശീർവദിച്ചു. പെട്ടെന്ന് തന്നെ അവരുള്ളിലേക്ക് മറഞ്ഞുപോയി. വേഷ്ടിമുണ്ടും വേഷം ധരിച്ചിട്ട് ഒരു പ്രൗഢ സൗന്ദര്യമുള്ളൊരു സ്ത്രീ. 50 55 വയസ്സിന് ഇടയിൽ പ്രായം കാണും. വർഷങ്ങൾക്ക് മുൻപ് എണ്ണയിൽ നോക്കൽ എന്നൊരു ചടങ്ങ് മനയിലെ അംഗങ്ങൾ നടത്തിയിരുന്നതായിട്ട് പറയുന്നുണ്ട്. ഒരു പാത്രത്തിൽ കെടാവിളക്കിൽ എണ്ണ എടുത്തിട്ട് അതിലേക്ക് നോക്കി സർപ്പദോഷങ്ങളെക്കുറിച്ച് പറയുകയും അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുകയൊക്കെ ചെയ്യുന്ന ചടങ്ങാണ് എണ്ണയിൽ നോക്കൽ. ഇതിന് പ്രത്യേക പരിശീലനം ആവശ്യമാണ്. പിന്നീട് പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ ജ്യോത്സ്യന്മാർക്ക് കഴിയുമെന്നതിനാൽ സർപ്പദോഷം ഉണ്ടോ എന്ന് അറിയാനല്ല, അതിനുള്ള പരിഹാരത്തിനാണ് ആളുകൾ വരേണ്ടതെന്ന് മനക്കാർക്ക് പിന്നീട് തോന്നുകയും അങ്ങനെ ഈ അപൂർവമായ ചടങ്ങ് നിന്നുപോയതായുമാണ് പറയപ്പെടുന്നത്. സകല ചരാചരങ്ങളിലും ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നതായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം. വൈവിധ്യമായ വൃക്ഷങ്ങളുടെ ശേഖരമായ കാവുകളുടെ കാവൽക്കാരാണ് സർപ്പങ്ങൾ. ഈ സർപ്പങ്ങളെ ആരാധിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? കൂടാതെ നാഗാരാധന നമ്മളിലെ ആത്മീയ ഊർജത്തെ ഉണർത്താൻ സഹായിക്കുന്നതായിട്ടും ഹിന്ദുമതം പറയുന്നുണ്ടല്ലോ.
അങ്ങനെ ഞങ്ങൾ മനയിൽ നിന്നും പുറത്തിറങ്ങി വടക്ക് വശത്തെ കാവിന് മുൻപിലേക്ക് പോയി. ഇവിടെയാണ് ചോറൂണ്, തുലാഭാരം തുടങ്ങിയ ചടങ്ങുകൾ നടത്തുന്നത്. സന്താന ഭാഗ്യത്തിന് ദമ്പതികൾ ഇവിടെ വന്ന് കദളിപ്പഴം കൊണ്ട് തുലാഭാരം നടത്താമെന്ന് പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. അതിനുശേഷം ഞങ്ങൾ വാസുകിയും നാഗയക്ഷിയും കുടികൊള്ളുന്ന കിഴക്കേക്കാവിലേക്ക് പോയി. മേക്കാട്ടുമന പാമ്പുമേക്കാട്ടുമനയായതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. പണ്ടുകാലം മുതൽക്കേ ഈ ഇല്ലത്തുള്ളവർ മന്ത്രതന്ത്രാദികളിൽ പ്രാവീണ്യമുള്ളവരായിരുന്നു. എങ്കിലും കഠിനമായ ദാരിദ്ര്യ ദുഃഖം അവരനുഭവിച്ചിരുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ, നമ്മൾക്ക് മാത്രമല്ല ദാരിദ്ര്യ ദുഃഖമുള്ളതെന്ന്. അങ്ങനെ ഒരിക്കൽ ഇല്ലത്തെ കാരണവർ ദാരിദ്ര്യ ദുഃഖത്തിന് ഒരു അറുതി ഉണ്ടാക്കുന്നതിനായിട്ട് കൊടുങ്ങല്ലൂരിലെ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ ഒരു വ്യാഴവട്ടക്കാലം നീണ്ടു നിൽക്കുന്ന ഭജനം ആരംഭിച്ചു. അങ്ങനെ ഭജനമിരിക്കൽ പൂർത്തിയാവുന്ന കാലമെടുത്തു. ഒരു ദിവസം രാവിലെ കുളിക്കാൻ പോയ നമ്പൂതിരിയുടെ മുന്നിൽ വാസുകി എന്ന നാഗൻ പ്രത്യക്ഷപ്പെടുകയും ഇഷ്ടമുള്ള വരം ചോദിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. നാഗരാജൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും എൻ്റെ ഭവനത്തിലുണ്ടാവണമെന്നും ഞങ്ങളുടെ ദാരിദ്ര്യ ദുഃഖത്തിന് ഒരു അറുതി ഉണ്ടാകണമെന്നും നമ്പൂതിരി പ്രാർത്ഥിച്ചു. വാസുകി അപ്രകാരം വരം നൽകുകയും ഭജനം പൂർത്തിയാക്കി ഇല്ലത്തേക്ക് തിരികെ പോവാനും തൻ്റെ സാന്നിധ്യം ഇനി മുതൽ മനയിലുണ്ടായിരിക്കുമെന്നും അറിയിച്ച് മറയുകയും ചെയ്തു. ഭജനം പൂർത്തിയാക്കി തിരികെ പോന്ന നമ്പൂതിരിയുടെ ഓലക്കുടയിൽ പിണഞ്ഞിരുന്ന നാഗത്തെയാണ് മനയുടെ കിഴക്കിനിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അങ്ങനെ കിഴക്കിനിയിലും തൊഴുതതിന് ശേഷം ഞങ്ങൾ പ്രസാദം വാങ്ങിക്കാൻ വേണ്ടി ലൈനിൽ നിന്നു. ശർക്കര പായസം, പാൽപ്പായസം, വെളിച്ചെണ്ണ, പഴം, മഞ്ഞൾപ്പൊടി, പൂവ് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. വെളിച്ചെണ്ണ കഴിക്കാനാണ് തരുന്നത്. ഞങ്ങളെല്ലാവരും പ്രസാദം അവിടെ ഇരുന്ന് തന്നെ കഴിച്ചു. അപ്പോഴേക്കും മഴ കുറച്ച് സമയം മാറി നിന്നു. മനയിൽ കുറേ സമയം അവിടെ ഇരിക്കാൻ തന്നെ നമുക്ക് തോന്നും. നാഗങ്ങളെ മനയിലുള്ളവരെ അവരുടെ കുടുംബാംഗങ്ങളായിട്ടാണ് കാണുന്നത്. പാരമ്പര്യങ്ങളിൽ നിന്നാണ് അവർ നാഗങ്ങളെ പറയുന്നത്. വാമൊഴി രൂപത്തിലാണ് മന്ത്രങ്ങൾ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്നത്. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് മനയിലേക്കുള്ള പ്രവേശനം. ഇതൊരു മനയാണ്, മറിച്ചൊരു അമ്പലമല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇവിടെ പ്രവേശനമില്ല. മേടമാസത്തിലും വൃശ്ചിക മാസത്തിലും കളമെഴുത്തും പാട്ടുമുണ്ട്. മേക്കോട്ട് മനയിൽ ഇതുവരെ പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോവുക. വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ ധാരാളം സ്ഥലമുണ്ട്. പൂജാദ്രവ്യങ്ങൾ വാങ്ങിക്കാൻ ചെറിയ ചെറിയ കടകളും ധാരാളമുണ്ട്. മനയിലുള്ളവർ പറയുന്ന നിർദ്ദേശങ്ങൾ അതുപോലെ അനുസരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ 12 മണിയോടുകൂടി ഞങ്ങൾ മനയിൽ നിന്നിറങ്ങി. ഞങ്ങൾ പിന്നീട് പോയത് കൊടുങ്ങല്ലൂരമ്മയുടെ സന്നിധിയിലേക്കായിരുന്നു. അവിടുത്തെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.